നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലിങ്ക് ലിസ്റ്റാണ്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമുക്ക് ഈ ഒരു മൊഡ്യൂൾ, അതായത് സെക്കൻഡ് മൊഡ്യൂൾ മൊത്തം നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. തേർഡ് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രീസ്, ഗ്രാഫ് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതൊരു ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകുമ്പോഴും ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഐഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു മൊഡ്യൂൾ പഠിക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ദാറ്റ് മീൻസ് നമുക്ക് ലീനിയർ ഫാഷനിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ലൈക്ക് അറേ പോലെ. ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ബാക്കിയുള്ള ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് ലിങ്ക് ലിസ്റ്റിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. നമ്മൾ ഓൾറെഡി ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. ഒരു മെമ്മറി നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. നമുക്ക് ഒരു അറേയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയാണ് നമുക്ക് വേണ്ടത് നമുക്കറിയാം. അതേസമയം നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് ഓൾറെഡി അലോക്കേറ്റഡ് ആയി പോയി. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു 150 യൂണിറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്കൊരു 100 യൂണിറ്റ് അവൈലബിൾ ആണ്. ബാക്കിയൊക്കെ പോയി. നിങ്ങൾക്കൊരു 250 യൂണിറ്റ് ആവശ്യമുള്ളൊരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് ലിസ്റ്റിൽ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി വേണമെന്നില്ല. ദെൻ കമ്പയർ ടു അറേ നമുക്കവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറി വേണം. പക്ഷേ ലിങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറിയുടെ ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഈ 150 എടുക്കാം, ദെൻ ഈ 100 എടുക്കാം. ഓക്കെ, അങ്ങനെ 250 ആക്കാൻ പറ്റും. അതായത് നമുക്ക് ഫ്രാഗ്മെൻറ്റ് ആയിട്ടാണ് മെമ്മറി ഉള്ളതെങ്കിലും നമുക്ക് ലിങ്ക് ലിസ്റ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഡോ നോട്ട് റിക്വയർ കണ്ടിന്യൂസ് മെമ്മറി ബ്ലോക്ക്. പിന്നെ നമുക്കറിയാം എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അലോക്ക് ഉപയോഗിച്ചാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയാം. ഓക്കെ, ഈ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ട് നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ ഇത് ഈ ലിങ്ക് ലിസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിളായിട്ട് ഈ അറേ എടുക്കുക. ഈ അറേയുടെ ഇൻഡെക്സ് പൊസിഷനാണ് 0, 1, 2. ദെൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2, 4, 6 ആണ്. സ്റ്റാർട്ടിംഗ് ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നതാണ്. സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ബേസ് അഡ്രസ്സാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതെന്ന് അറിയാം. ARR എന്ന് മാത്രം നമ്മൾ പേര് കൊടുത്താൽ എനിക്കറിയാം ഇൻഡെക്സ് പൊസിഷൻ 0-യിലുള്ള ബേസ് അഡ്രസ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ബേസ് അഡ്രസ്സ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നതെന്ന് ഓൾറെഡി പോയിൻറ്റേഴ്സിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. അതായത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2000 എന്ന മെമ്മറി ഒക്കേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് 4 യൂണിറ്റ്സ് വെച്ചാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2000 കഴിഞ്ഞ് 2004 പോയി. ദെൻ നമ്മൾ 4 കൂട്ടി 2008 പോയി. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറി സ്റ്റോറേജ് ആണ് അല്ലേ? നിങ്ങൾ തന്നെ നോക്കുക. അതായത് 2000 കഴിഞ്ഞു, പിന്നെ 4 യൂണിറ്റ്സ് തൊട്ടടുത്ത് തന്നെയാണ് 2004 ഉണ്ട്. സോ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, അറേയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ കൊടുത്താൽ, അതായത് ARR ഓഫ് ഇൻഡെക്സ് പൊസിഷൻ 0 നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0-ൽ എന്താണോ എലമെൻ്റ് ഉള്ളതും അത് നമുക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഇൻഡെക്സ് പൊസിഷൻ 0-ൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ആണ് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അറേയുടെ കേസാണ്. ഇവിടെ മെമ്മറി ലൊക്കേഷൻസ് കണ്ടിന്യൂസ് ആണെന്നുള്ളൊരു ഐഡിയ മാത്രം മനസ്സിലാക്കി വെക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അറേ എലമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ എ കണ്ടിന്യൂസ് മെമ്മറി. ഓക്കെ, യു ക്യാൻ ഡയറക്റ്റ്ലി ആക്സസ്. അത് നമുക്ക് പറഞ്ഞു ARR ഓഫ് 1, 2 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ്റെ ബേസിസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആക്സസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് ഇപ്പോൾ 6 ഈ ഒരു എലമെൻറ്റ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തൊട്ട് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമുക്ക് ഡയറക്റ്റ്ലി ഇൻഡെക്സ് പൊസിഷൻ 2-ൽ എന്താണ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 എന്നുള്ളൊരു വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ, ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു അറേനെ എടുത്ത് നമ്മൾ ലിങ്ക് ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ നമുക്ക് 3 എലമെൻറ്റ്സ് ആണുള്ളത്. സോ നമ്മൾ ഒരു ബേസിക് യൂണിറ്റ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ആ യൂണിറ്റ് എന്ന് പറയുന്നതാണ് നോഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നോഡ് എന്നാണ് പേര് യൂസ് ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലിങ്ക് ലിസ്റ്റിലെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നോഡാണ്. ഒരു നോഡിന് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പാർട്ടിനെ പറയുന്നതാണ് ഇൻഫോർമേഷൻ പാർട്ടും. പിന്നെ ഇതിന് ലിങ്ക് എന്ന് പറഞ്ഞാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻഫോയിലാണ് നമ്മൾ എന്താണ് നമുക്ക് എലമെൻറ്റ് സേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് പറയുന്നതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇൻഫോർമേഷൻ പാർട്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു 3 നോഡിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ 3 നോഡ് കൺസിഡർ ചെയ്തു. പിന്നെ നമ്മൾ ഇനി ഇൻഫോർമേഷൻ പാർട്ടിലേക്ക് ഡയറക്റ്റ് ഈ എലമെൻറ്റ്സ് കോപ്പി ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, 2 ചെയ്തു, ഒരു 2 കോപ്പി ചെയ്തു. ദെൻ നമുക്ക് 4 ചെയ്തു, 6 എടുത്തു. ഓക്കെ, ദെൻ നമുക്ക് അറിയാം ഇത് ലിങ്ക് ലിസ്റ്റാണ്. നമ്മുടെ ലിങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞായിരുന്നു, എന്ത്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറി ബ്ലോക്ക് വേണമെന്നില്ല. നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിലും നമുക്ക് അവിടെ മെമ്മറി ഫ്രാഗ്മെൻ്റ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിലും നമുക്ക് അവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ സ്പെഷ്യാലിറ്റി ആയിട്ട് പഠിച്ചിരിക്കുന്നത് എവിടെ, ലിങ്ക് ലിസ്റ്റിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ വെച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ നിങ്ങളെടുക്കുക, ഒരു 2000 എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് നമുക്ക് കണ്ടിന്യൂസ് വേണമെന്നില്ല, നമ്മളത് പറഞ്ഞു. സോ നമുക്ക് ഇതിനെ, അതായത് രണ്ടാമത്തെ എലമെൻറ്റ് നമ്മൾ 3000 എന്നൊരു മെമ്മറി ലൊക്കേഷനാണ് സേവ് ചെയ്തേക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ കണ്ടിന്യൂസ് അല്ല എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതുപോലെ അടുത്ത എലമെൻറ്റിന് നമ്മൾ 4000 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ഒരു പ്രോബ്ലം ഉണ്ട്, അതായത് നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു ലിങ്ക് ലിസ്റ്റിൽ.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കുകയും നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് ആക്സസ് ചെയ്യാൻ ഓക്കെ, നമുക്ക് 2000 എന്നുള്ള വാല്യൂ നമുക്ക് ഓർത്ത് വെക്കാം. നമ്മൾ അറേയിൽ ഓർത്ത് വെക്കുന്ന പോലെ നമുക്ക് ഫസ്റ്റ് അഡ്രസ്സ് എവിടെയാണോ അവിടെ പറഞ്ഞാൽ നമുക്കത് ഓക്കെ. രണ്ടാമത്തെ എലമെൻറ്റ്, അതായത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 4 എന്ന് പറഞ്ഞ എലമെൻറ്റ് നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ലിങ്ക് പാർട്ടിലേക്ക് നമ്മളുടെ നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതായത് നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് എന്താണ്? ഈ 4 എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെയാണ് നിൽക്കുന്നത്? 3000 എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സിലാണ്. സോ നമ്മൾ ഒരു നോഡിലേക്ക് നമ്മൾ അതിൻ്റെ അടുത്ത നോഡ്, അതായത് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 3000 ആയിരിക്കും നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതേപോലെ തന്നെ ഇവിടേക്ക് എത്തിക്കുമ്പോൾ എന്തായാലും ലാസ്റ്റ് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കട്ടെ നമുക്കറിയാം. സോ നമുക്ക് 4000 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ നമുക്ക് ലാസ്റ്റ് നോഡിലേക്ക് എത്തിക്കുമ്പോൾ എന്താ, ഇനി സ്റ്റോർ ചെയ്യാൻ നോഡില്ല, ഈ സ്റ്റോർ ചെയ്യേണ്ട ഒരു നോഡിൻ്റെ അഡ്രസ്സില്ല. സോ നമ്മൾ എന്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ നൾ വാല്യൂ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നള്ളിനെ നമ്മൾ ഒരു എക്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ അങ്ങനെയാണ് ഒരു ഐഡിയ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഫസ്റ്റ് നോഡ് എങ്ങനെ ആക്സസ് ചെയ്യുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോഡിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മളിവിടെ ഹെഡ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നോഡ് കൊടുക്കും. ഓക്കെ, ആ നോഡിൽ നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത് അറിയാം, നമുക്ക് ഈ ഒരു അഡ്രസ്സ് ആയിരിക്കും കൊടുക്കുന്നത്, ദാറ്റ് ഈസ് 2000 എന്ന് പറഞ്ഞ അഡ്രസ്സ്. അവിടെ നമുക്ക് ഇൻഫർമേഷൻ പാടില്ല, കാരണം നമ്മൾ ഫസ്റ്റ് നോഡിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഹെഡ് യൂസ് ചെയ്യുന്നത്. ചില നോട്ടിലോ ടെക്സ്റ്റിലൊക്കെ നിങ്ങൾ ഹെഡർ എന്ന് കാണും, അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്നൊക്കെ കാണാറുണ്ട്. അതേപോലെ ഈ ലാസ്റ്റ് നോഡിനെ ടെയിൽ എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ ഹെഡ് എന്നുള്ള പേരായിരിക്കും ഫോളോ ചെയ്യുന്നത്, ടെയിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഈ ഒരു ഐഡിയയാണ് നമ്മൾ ഇതിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ അറയിൽ എന്താണ് ഫസ്റ്റ് എലമെൻറ്റ് 2 ആയിരുന്നു. സോ നമ്മൾ ആ 2നെ ഇൻഫർമേഷൻ പാർട്ടിൽ കൊടുത്തു. ദെൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എലമെൻറ്റ് എന്താണ് 4 ആണ്. 4നെ നമ്മൾ നെക്സ്റ്റ് നോഡായിട്ട് കൊടുത്തു. ദെൻ നമുക്ക് 6 എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡായിട്ട് കൊടുത്തു. ഇത് കണ്ടിന്യൂസ് ആവാം, ഡിസ്കണ്ടിന്യൂസ് ആവാം. നമ്മൾ ഡിസ്കണ്ടിന്യൂസ് എന്നുള്ള രീതിക്ക് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് 2000 എന്നുള്ള ഒരു മെമ്മറി പൊസിഷൻ ആണെങ്കിൽ സെക്കൻഡ് 3000, ലാസ്റ്റ് വൺ 4000 ആണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ 2000ൻ്റെ ലിങ്ക് പാർട്ടിൽ എന്തായിരിക്കും വരുന്നത്, നെക്സ്റ്റ് എലമെൻറ്റ്, അതായത് ഈ ഒരു 4 എന്ന് പറഞ്ഞ എലമെൻറ്റിന് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 3000 എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനായിരുന്നു ഇരുന്നത്. സോ 3000 ആണ് നമ്മൾ ലിങ്ക് പാർട്ടിൽ കൊടുക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ നമ്മളിവിടെ 4000 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നോഡിൻ്റെ മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നോഡ് യൂസ് ചെയ്യുന്നത്. സോ ആ ഹെഡിൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മെമ്മറി ലൊക്കേഷനായ 2000 സേവ് ചെയ്തിരിക്കുക. ഇങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഐഡിയ. നമ്മളൊരു അറേനെ എങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഐഡിയ, അതായത് ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഹെഡ് എന്ന് പറഞ്ഞൊരു നോഡത്താവും, ഹെഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തായിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്. ഒരു 2000 ആണെങ്കിൽ ആ 2000 ആയിരിക്കും ഹെഡിൽ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇതിനൊരു ഇൻഫർമേഷൻ പാർട്ടും ഉണ്ട്, ഒരു ലിങ്ക് പാർട്ടും ഉണ്ട്. ഈ ലിങ്ക് പാർട്ടിലായിരിക്കും നമ്മൾ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾ 3000 ആണെങ്കിൽ ഈ ഇവിടെ ആയിരിക്കും നമ്മൾ 3000 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നത്. സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ പാർട്ടുണ്ടാവും, ഇവിടെ ഒരു ലിങ്ക് പാർട്ടുണ്ടാവും. നമ്മൾ ആ സെൽഫ് റെഫറൻസ് സ്ട്രക്ചറിലൊക്കെ പറഞ്ഞ ഈ ഒരു ഐഡിയ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇതും പിന്നെ പോവാണ് അടുത്ത നോഡ്, ഇതേപോലെ തന്നെയുള്ള ഒരു നോഡിലേക്ക് പോകും. സോ നമുക്കിത് ലാസ്റ്റ് നോഡാണെങ്കിൽ എന്തായിരിക്കും, ലാസ്റ്റ് നോഡാണെങ്കിൽ ഇനി ഒരു എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനില്ലല്ലോ, ഇനി ഒരു നോഡില്ല. സോ നമുക്ക് എന്താ ചെയ്യുന്നത്, ലിങ്ക് പാർട്ട് എന്നുള്ളതായിരിക്കും. സോ ഇവിടെ വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, വാല്യൂ എന്താണെങ്കിലും നമുക്ക് ബാധിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള നോഡ്, അതായത് നമ്മുടെ അറയിൽ നമ്മൾ എലമെൻറ്റ് എന്ന് പറയുന്നു ഒരു ബേസിക് യൂണിറ്റ്. അപ്പോൾ ആ നോഡിൻ്റെ ഒരു ഐഡിയ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി നമുക്ക് ഈ മൊഡ്യൂൾ വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് നോഡ് എന്ന് നോക്കാം. ഈച്ച് എലമെൻറ്റ് ഇൻ എ ലിങ്ക് ലിസ്റ്റ് ഈസ് കോൾഡ് ആസ് എ നോഡ്. ഓക്കെ, നമുക്കറിയാം. ദെൻ നമ്മൾ പറഞ്ഞു ഒരു നോഡിൽ 2 പാർട്സ് ഉണ്ടാവും എന്ന് നമ്മൾ പറയും. 2 പാർട്സിനെ പറയുന്നതാണ് ഇൻഫോ എന്നും ലിങ്ക് എന്നും നമ്മൾ പറയും. ഇത് നമുക്കറിയാവുന്നതാണ്. ഒരു ബേസ് അഡ്രസ്സ് ഉണ്ടാവും, ആ ബേസ് അഡ്രസ്സിൽ ഒരു നോഡ് ഉണ്ടാവും, ആ നോഡിൽ നമുക്കൊരു ഇൻഫർമേഷൻ പാർട്ടും ഒരു ലിങ്ക് പാർട്ടും ഉണ്ടാവും. ഓക്കെ, ഇൻഫർമേഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ലിങ്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോഡിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും നമ്മളവിടെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് നോഡ് ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് 2000 ആണെങ്കിൽ ഈ ലിങ്കിൻ്റെ പാർട്ടിൽ എന്തായിരിക്കും, ഈ 2000 ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനൊരു, അതായത് നിങ്ങൾക്ക് ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു നോഡുണ്ട്, അവിടെ 2 എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ പാർട്ടും ഉണ്ട്, 1000 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഈ 1000 എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് അത് നെക്സ്റ്റ് നോഡിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഈ 1000 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും. നെക്സ്റ്റ് നോഡ് ഇതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു നോഡിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും 2000. ദെൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ ഒരു 3 കാര്യം. ഓക്കെ, അതായത് എക്സ് ആരോ ഓപ്പറേറ്റർ ഇൻഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോയിൻറ്റേഴ്സ് എടുത്തപ്പോൾ പറഞ്ഞു, നമ്മൾ പോയിൻ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പറയുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്തേക്കുന്നത്.
സോ നമ്മൾ ഈ ആരോ എന്നതിന് പറയുന്നത് നമ്മൾ എക്സ് ഓഫ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഈ ആരോ ഓപ്പറേറ്ററിനെ നമ്മൾ പറയാൻ പോകുന്നത് എക്സ് ഓഫ് ഇൻഫോ അല്ലെങ്കിൽ എക്സ് ഓഫ് ലിങ്ക് എന്നായിരിക്കും പറയുന്നത്. സിമ്പിളായിട്ട് എക്സ് ഓഫ് ഇൻഫോ എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എക്സിലെ ഇൻഫോർമേഷൻ പാർട്ടിൽ എന്താണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കാം. എക്സിലെ ഇൻഫോർമേഷൻ പാർട്ടിൽ എന്താണുള്ളത്? 2 ആണുള്ളത്, നമുക്കറിയാവുന്ന അല്ലേ. നമുക്ക് എക്സിലെ ലിങ്ക് പാർട്ടിൽ എന്താണുള്ളത്? എക്സിലെ ലിങ്ക് പാർട്ടിൽ 1000 ആണുള്ളത്. അതായത് എക്സ് ഓഫ് ലിങ്ക് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താണോ ഉള്ളത് അതിനെയായിരിക്കും തരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ 1000 ആണ് കിട്ടിയേക്കുന്നത്. വെറുതെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിൻ്റെ, അതായത് ആ നോഡിരിക്കുന്ന എവിടെയാണോ അതിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും തരുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ബേസ് അഡ്രസ്സ് എത്രയാണ്? 2000 ആയിരിക്കും. ഓക്കെ, ഈ ഒരു 3 ഐഡിയ മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അതായത് വെറുതെ ഒരു നോഡിനെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന എന്തായിരിക്കും? ബേസ് അഡ്രസ്സ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അതായത് ഒരു അറേയിൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്കൊരു സിംഗിൾ എലമെൻ്റ് അല്ല, അതായത് നമുക്ക് 2 പാർട്ടുണ്ട്, 2 പാർട്ട് ഓഫ് ഡേറ്റ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് അഡ്രസ്സ് ആയിരിക്കും അവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. നമ്മൾ പോയിന്റേഴ്സിൽ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ് മാത്രം, അതായത് എക്സ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു നോഡിൻ്റെ ബേസ് അഡ്രസ് 2000 ആണെന്ന് അറിയാം. നമ്മൾ ഈ 2000 എടുത്ത് ഒരു ഹെഡ് നോഡ്, നമ്മൾ ഓൾറെഡി ഹെഡ് എന്താണെന്ന് പറഞ്ഞു, നമ്മൾ ഹെഡിലേക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഹെഡിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത് നമുക്കറിയാം. അതായത് ഇങ്ങനെയാണ് പോകുന്നത്, ഇവിടെ ഒരു ഹെഡ് ഉണ്ടാവും. ഈ ഹെഡിൽ നമ്മൾ ഈ 2000 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്തതെന്ന് നമുക്കറിയാം. ഓക്കെ, ദെൻ നമ്മൾ ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കറിയാം ഇത് നെക്സ്റ്റ് നോഡാണ്, നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് ഇതെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ 1000 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞൊരു നോഡ് ഉണ്ടാക്കി, ദെൻ ആ നോഡിൽ നമ്മൾ എക്സിൻ്റെ ബേസ് അഡ്രസ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. എക്സിൻ്റെ ബേസ് അഡ്രസ്സ് എന്താണ്? 2000 ആണ്. ഓക്കെ, ഇപ്പോൾ 2000 നമ്മൾ അതിൽ കൊടുത്തു. ദെൻ നമുക്ക് അവിടെ ഒരു ഇൻഫോ പാർട്ട് ലിങ്ക് പാർട്ടെന്നൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ അത് കൊടുത്തു. ദെൻ നമ്മൾ ഹെഡ് ഓഫ് ഇൻഫോ എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഹെഡിൻ്റെ അകത്തുള്ള വാല്യൂ എന്താണ്? അതൊരു മെമ്മറി അഡ്രസ്സ് മാത്രമാണ്. സോ നമ്മൾ അത് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് പോയിന്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്ത് വെക്കുക. അതായത് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ്. ഹെഡ് ഓഫ് ഇൻഫോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നമുക്ക് ഒരെണ്ണം മാത്രം വരുന്നൊരു കേസ്, നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളൊരു ഹെഡിൻ്റെ കേസാണ്. ഓക്കെ, അത് ഈ ഒരു കേസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഹെഡ് ഓഫ് ഇൻഫോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹെഡിലെ ഒരു മെമ്മറി അഡ്രസ്സ് ആണെങ്കിൽ ഈ മെമ്മറി അഡ്രസ്സ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നതെന്ന് നോക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ 2000 ആണ്. 2000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു അഡ്രസ്സാണ്. അപ്പം ഇവിടുത്തെ ഇൻഫർമേഷൻ പാർട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഹെഡ് ഓഫ് ഇൻഫോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 2000-ലെ ഇൻഫോർമേഷൻ പാർട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 2 എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതേപോലെ ഹെഡ് ഓഫ് ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും? 1000 ആയിരിക്കും കിട്ടുന്നത്. അതെങ്ങനെയാണ്? 2000-ൻ്റെ ലിങ്ക് പാർട്ട്. ഓക്കെ, അതാണ് 1000. ഇപ്പോൾ ജസ്റ്റ് ഈ 5 സാധനങ്ങൾ മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് എക്സ് ഓഫ് ഇൻഫോ എന്ന് പറയാൻ ഇൻഫോർമേഷൻ പാർട്ടായിരിക്കും കിട്ടുന്നത്. എക്സ് ഓഫ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക് പാർട്ടായിരിക്കും കിട്ടുന്നത്. വെറുതെ ആ നോഡിൻ്റെ പേര് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇത് അതേപോലെ ഹെഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹെഡ് ഓഫ് ഇൻഫോ എന്ന് പറഞ്ഞു കൊടുത്താൽ ഹെഡിൽ എന്തെങ്കിലും ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ട്. സോ ആ മെമ്മറി അഡ്രസ്സിലെ ഇൻഫോർമേഷൻ പാർട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെയായിരിക്കും ലിങ്കിൻ്റെ കേസും വരുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരെണ്ണം മാത്രമുള്ളൊരു കേസാണെങ്കിൽ, അതായത് ഒരു പാർട്ട് മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയയിലേക്ക് പോകും. അതല്ല നിങ്ങൾക്ക് 2 എണ്ണം, അതായത് ഒരു ഇൻഫോർമേഷൻ പാർട്ടും ഒരു ലിങ്ക് പാർട്ടും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നു മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് പോയിന്റേഴ്സ് എന്ന ഒരു ഐഡിയയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു 2-3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളവിടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലിങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. അങ്ങനെയുള്ള രീതിക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്, ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറയിൽ നമുക്കറിയാം, നമുക്കൊരു തേർഡ് എലമെൻറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ 3-ലേക്കുള്ള എലമെൻറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ARR ആണ് അറയുടെ പേരെത്തുണ്ടെങ്കിൽ ARR ഓഫ് ഇൻഡെക്സ് പൊസിഷൻ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഡെക്സ് പൊസിഷൻ 3-ൽ എന്താണ് എലമെൻ്റ് ഉള്ളത് അത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. പക്ഷേ ഇൻ ലിങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു പൊസിഷനിൽ 4 എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ഹെഡിൽ കൂടി മാത്രമേ നമുക്ക് നെക്സ്റ്റ് നോഡിലേക്ക് നമുക്ക് ആക്സസ് ഉള്ളൂ. ദെൻ നമുക്ക് ഈ ഒരു നോഡിൽ എത്തിയാൽ മാത്രമേ ഈ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലാണ് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഇരിക്കുന്നത്. സോ നമുക്ക് ഇതിൽ കൂടി മാത്രമേ ഇങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ആയിരിക്കും ഇതിൽ കൂടി ഇങ്ങോട്ടും. സോ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ആക്സസ് പോസിബിൾ അല്ല. ഓക്കെ, ഐഡിയ നിങ്ങൾക്ക് വ്യക്തമായാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നമുക്ക് അറിയാം ഈ ഒരു നോഡ്, എനിക്ക് ഈ ഒരു നോഡ് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റത്തില്ല. കാരണം ഈ ഒരു നോഡിന് മെമ്മറി അഡ്രസ്സ് എനിക്ക് അറിയത്തില്ല.
ഓക്കെ, മെമ്മറി അഡ്രസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ തൊട്ട് പോകണം. എനിക്ക് ഹെഡിൻ്റെ മാത്രം മെമ്മറി അഡ്രസ്സ് അറിയത്തുള്ളൂ. സോ ഞാൻ ഹെഡിൽ കൂടി ഇതിലേക്ക് ആക്സസ് ചെയ്ത് ഈ 2000 കൂടി എനിക്ക് 3000 എന്നൊരു അഡ്രസ്സ് കിട്ടി. then ഇതിലേക്ക് കൂടി ഞാൻ ഇതിലേക്ക് പോയി, അങ്ങനെ മാത്രമേ എനിക്ക് ലാസ്റ്റ് നോഡിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ അതിന് പറയുന്നത് ട്രാവേഴ്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി ഒരു അക്സസ് പോസിബിൾ അല്ല. then നമുക്കറിയാം ഇതിൽ എക്സ്ട്രാ ആയിട്ട് മെമ്മറി യൂസേജ് ഉണ്ട്. കാര്യം നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള മെമ്മറി ആണെങ്കിലും നമുക്കിവിടെ 2 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ഇൻഫോർമേഷൻ പാർട്ടിൽ എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഫോർമേഷൻ അത് നമ്മൾ സ്റ്റോർ ചെയ്യണം. then അതേപോലെ തന്നെ നമുക്ക് മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്ന കാര്യം കൂടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. സോ നമുക്കറിയാം ഒരു നോഡിൽ 2 പാർട്ടുണ്ടെന്ന് നമുക്കറിയാം. സോ നമുക്ക് അതുകൊണ്ട് തന്നെ കമ്പയർ ടു അറേയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു അറേയിൽ നമ്മൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ അത് മാത്രം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. നമുക്കറിയാം അതിൻ്റെ ടെക്സ്റ്റ് പൊസിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് സിങ്ക്ഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് സ്റ്റോറേജ് യൂസേജ് കുറച്ചും കൂടി കൂടുതലാണ്. ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിങ്ക് ലിസ്റ്റ് വേഴ്സസ് അറേ. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ഐഡിയ ഒന്നും ഉണ്ടായാൽ മതി. അതായത് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സ്റ്റാറ്റിക് ആയി, ലിങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ അത് ഡൈനാമിക് ആക്കും. then നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. then നമുക്കവിടെ ഈ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു 3 മാർക്സിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് എങ്ങനെ നമ്മൾ സി പ്രോഗ്രാമിലേക്ക്, അതായത് നമ്മൾ ലാബിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ ആണ് പറയുന്നത്. ഞാനൊരു കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു പാടുമില്ല. സോ നമുക്കതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകും. ഒരു ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ സ്ട്രക്ചർ നോഡ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി, ഇത് പേരാണെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ നോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ ആദ്യമേ തൊട്ട് തന്നെ നോഡ് എന്നുള്ളൊരു പേരാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണ്? നമുക്കൊരു നോഡ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റിലെ ബേസിക് യൂണിറ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായി. അതിലൊരു ഇൻഫോർമേഷൻ പാർട്ടുണ്ട്, ഒരു ലിങ്ക് പാർട്ടും ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മളവിടെ ഇൻഫോർമേഷൻ പാർട്ട് ഉണ്ടാക്കി. നമ്മളവിടെ സ്ട്രക്ട് നോഡ് ടൈപ്പായിട്ടുള്ള ഒരു ലിങ്ക് പാർട്ടും ഉണ്ടാക്കി. അതായത് ഈ ലിങ്ക് പാർട്ട് നമ്മളൊരു പോയിൻ്ററായിട്ട് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ടൈപ്പ് എന്താ? നമുക്കിവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മളിവിടെ ഇവിടുത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള, അതായത് ഇതൊരു ടൈപ്പാണെന്ന് വിചാരിക്കുക. നമുക്ക് ഇതേപോലെയുള്ള ഒരു ടൈപ്പിലേക്ക് തന്നെയല്ലേ നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കാം, ഇതൊരു ബേസിക് യൂണിറ്റാണ് S1 എന്ന് വിചാരിക്കുക. നമ്മൾ ഇതിൽ നിന്ന് ഇതേപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ പാർട്ടും ഒരു ലിങ്ക് പാർട്ടും ഉള്ള സെയിം ടൈപ്പിലേക്ക് തന്നെയാണ് നമ്മൾ പിന്നെയും നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ട് നോഡ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ എക്സ് എന്ന് പറഞ്ഞൊരു മെമ്പറിനെ കൂടി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. ഇത് എസ് അല്ല, എക്സ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഈ എക്സിലേക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. നമ്മൾ എം അലോക്ക് യൂസ് ചെയ്ത് നമ്മൾ എക്സിലേക്ക് നമ്മൾ എന്താണ് റിട്ടേൺ ചെയ്തെടുക്കുന്നത്? ബേസ് അഡ്രസ്സ് ആയിരിക്കും. എന്തിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും? ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്മറി നമുക്ക് അലോക്കേറ്റ് തരും. ആ മെമ്മറിയുടെ ബേസ് അഡ്രസ്സ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എക്സ് ഈക്വൽ ടു സ്ട്രക്ട് നോഡ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ടൈപ്പാണ്. ദെൻ എം അലോക്ക് എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ദെൻ സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറയാൻ കാരണം നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ട് നോഡാണ്. അത് നമ്മുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മൾ യൂസർ ഡിഫൈൻഡ് ആണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയാം. അതായത് നമ്മുടെ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പിനെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ട് നോഡാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു നോഡ് അലോക്കേറ്റഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അതായത് ഈ ഒരു നോഡ് നമുക്ക് കിട്ടും. ദെൻ നമ്മൾ ഇതിലേക്ക് നമ്മൾ വാല്യൂ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? നമുക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ നോഡിൻ്റെ പേര് എക്സ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് ചെയ്യുന്നത്? എക്സ് ഓഫ് ഇൻഫോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിലേക്ക് എത്തി. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുക ഈക്വൽ ടു നമ്മൾ 2255 എന്നുള്ളൊരു വാല്യൂ ആണ് നമ്മളിപ്പം ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് 2255 എക്സിൻ്റെ ഇൻഫോർമേഷൻ പാർട്ടിലേക്ക് ചെന്നു. ദെൻ നമ്മൾ എക്സിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് നമുക്ക് ഒരു വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് വാല്യൂ കൊടുക്കേണ്ടത്? അത് നമ്മൾ ഡയറക്റ്റ്ലി അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. സോ ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കറൻറ്റ്ലി ഇപ്പോൾ ഒരു ഒറ്റ നോഡേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഇവിടെ നൾ പാർട്ട് സെറ്റ് ചെയ്തത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. then ഇതിലേക്ക് നമ്മൾ ഒരു ഹെഡ് പോയിൻ്റർ കൂടി നമുക്ക് വേണം. അതായത് ഇതിൻ്റെ ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, 2000 ആണെന്ന് വിചാരിക്കാം. then നമുക്ക് ഈ ഒരു അഡ്രസ്സ് എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. അതിനുവേണ്ടി നമ്മൾ ഹെഡ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് എക്സ് എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ നമ്മൾ ഹെഡിനെ നമ്മൾ ഉണ്ടാക്കിയേക്കാണ്. ദെൻ നമ്മൾ സ്ട്രക്ട് നോഡ് ഹെഡ് ഈസിക്കൽ ടു നൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചേക്കാണ്. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഹെഡിലേക്ക് നമ്മൾ നൾ എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഡയറക്റ്റ്ലി കൊടുത്തു. ദെൻ നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്? ഈ ഹെഡിലേക്ക് നമ്മൾ എക്സ് ഡയറക്റ്റ്ലി എക്സ് എന്ന് പറയാൻ എന്താണെന്ന് നമുക്കറിയാം. ഹെഡ് എന്താണെന്ന് നമുക്കറിയാം. ഹെഡ് ഈക്വൽ ടു നമ്മൾ എക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ എന്താണ് അവിടെ നമുക്ക് എക്സിൻ്റെ സംഭവത്തിന് റിട്ടേൺ ചെയ്യുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കൊടുത്താൽ നമുക്കറിയാം അവിടെ ബേസ് അഡ്രസ്സ് ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, കാര്യം നമ്മളത് ഓൾറെഡി പറഞ്ഞു.
എന്താണ് ചെയ്തേക്കുന്നത്? ഇവിടേക്ക് നോക്കാം. നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് ബേസ് അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, ആ ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ആ 3 കാര്യങ്ങൾ മാത്രം ഞങ്ങളൊന്ന് നോക്കുക. ഈസി ആയിട്ട് ആ ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഹെഡ് ഈസിക്കൽ ടു എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നോഡിനെ, അതായത് ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് 2000 ആണെങ്കിൽ ആ അഡ്രസ്സ് നമുക്ക് ഹെഡിലേക്ക് പോയി. സോ നമുക്ക് ഇവിടെ നിന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡിൽ എന്താണ് 2000 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടാവും. ഇത് എങ്ങോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പാർട്ടിലേക്കായിരിക്കും. ദെൻ ഇതിൻ്റെ അഡ്രസ്സാണ് ഈ 2000. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഫോർമേഷൻ പാർട്ട് ഉണ്ടാവും. ഈ ഇൻഫോർമേഷൻ പാർട്ടിലാണ് 2255 വന്നേക്കുന്നത്. ദെൻ നമുക്ക് കറൻറ്റ്ലി ഈ ഒരു ലിങ്ക് പാർട്ട് നള്ളായിരിക്കും. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിലേക്ക് ഒരു സെക്കൻഡ് നോഡ്, ഒരു വൈ എന്ന് പറഞ്ഞൊരു നോഡ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ കറൻറ്റ്ലി ഇവിടെ 2255 ഉണ്ട്. ഈ നള്ളുമായി വൈയുടെ അഡ്രസ്സ് നമ്മൾ കയറ്റണം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിവിടെ കറൻറ്റ്ലി 2255 ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കറൻറ്റ്ലി നള്ളാണ്. നമ്മൾ പുതിയൊരു നോഡ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അതാണ് വൈ എന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരു നോഡ് ഉണ്ടാക്കി. അതിന് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തെടുത്തു. ദെൻ വൈയുടെ ഇൻഫോർമേഷൻ പാർട്ട്, വൈയുടെ ഇൻഫോർമേഷൻ, വൈ ഓഫ് ഇൻഫോയിൽ നമ്മൾ 369 നമ്മൾ കയറ്റുവാണ്. ഓക്കെ, നമ്മൾ 369 കയറ്റി. വൈയുടെ ലിങ്ക് പാർട്ടിൽ നമ്മൾ നള്ള് എന്ന് പറഞ്ഞ് വാല്യൂ സെറ്റ് ചെയ്തു. സോ നമുക്ക് ഇനി ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളിത് 2 നോഡ് ഉണ്ടെന്നേ ഉള്ളൂ, നമുക്കൊരു കണക്ഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ 2 ലിങ്ക് പാർട്ടിലും നമുക്ക് നള്ളാണുള്ളത്. സോ നമുക്ക് ഈ ഒരു ലിങ്കിനെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു ബേസ് അഡ്രസ്സ് നിങ്ങളൊരു 3000 എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ ബേസ് അഡ്രസ്സ് നമുക്ക് 2000 ആണെന്ന് ഓൾറെഡി അറിയാം. ദെൻ നമുക്ക് ഹെഡ് എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് ഈ 2000 ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് ഈ ഒരു നൾ വാല്യൂ മാറി ഈ അഡ്രസ്സ്, അതായത് 3000 ഇതിലേക്ക് വരണം. അപ്പോൾ നമുക്ക് അതിനെ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സിൻ്റെ, അതായത് ഇതാണ് നമ്മുടെ എക്സിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താണ് വരേണ്ടത്? വൈ ആണ് വരേണ്ടത് അല്ലേ? വെറുതെ വൈ എന്ന് കൊടുത്താൽ നമുക്ക് എന്താണെന്ന് അറിയാം, ബേസ് അഡ്രസ്സാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് അറിയാം. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തേക്കുന്നത് എക്സ് ഓഫ് ലിങ്ക്. അതായത് എക്സിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താണ് വരേണ്ടത്? വൈ ആണ് വരേണ്ടത് അല്ലേ? വൈ എന്ന് ഉദ്ദേശിച്ചാൽ എന്താ? വെറുതെ വൈ എന്ന് കൊടുത്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ബേസ് അഡ്രസ്സാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ വൈയുടെ ബേസ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 3000 ആണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ലിങ്ക് പാർട്ടിൽ ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? എക്സിൻ്റെ ഇവിടെ 2255 വന്നു. ദെൻ നമുക്ക് അതിൻ്റെ നൾ വാല്യൂ മാറി. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ്, അതായത് 3000 എന്ന് പറഞ്ഞ അഡ്രസ്സ് വന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ബേസിക്കായിട്ട് ഒരു നോഡിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഒരു ഇൻഫോർമേഷൻ പാർട്ടും ഉണ്ടാവും. ദെൻ നമുക്കൊരു ലിങ്ക് പാർട്ടും ഉണ്ടാവും. നെക്സ്റ്റ് നോഡിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും ഈ ലിങ്ക് പാർട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. ജസ്റ്റ് നിങ്ങൾ ഒന്ന് വരച്ച് നോക്കുക. ജസ്റ്റ് നിങ്ങൾ ചുമ്മാ റാൻഡമായിട്ട് എന്തെങ്കിലും വാല്യൂ ഒക്കെ കൊടുക്കുക. ഈ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. ഇങ്ങനെയൊരു ലിങ്ക് ലിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് ഇവിടേക്കൊരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇവിടേക്കൊരു പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക. നിങ്ങൾക്ക് പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യണം. അതായത് ഇവിടെ അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഈ അഡ്രസ് പാർട്ടിൽ എന്തായിരിക്കും വരുന്നത്? ബേസ് അഡ്രസ്സ് എന്തായാലും പുതിയൊരു അഡ്രസ്സ് ആയിരിക്കും വരുന്നത്, അത് നമുക്കറിയാം. സോ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. നമ്മളിനി നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ ഓപ്പറേഷൻസ് ആയിരിക്കും നോക്കുന്നത്. അതായത് നമുക്ക് 3 ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം, ദെൻ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നോക്കണം, ദെൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്ര ഓപ്പറേഷനാണ് നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഐഡിയ മാത്രം നിങ്ങൾ മനസ്സിലൊന്ന് വെച്ചേക്കുക. നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരു രീതിയിലാക്കി വെക്കണം. ഇത്ര ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ സ്ട്രോങ് ആക്കി വെക്കുക. ഈ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ ഈ 2 മൊഡ്യൂളിൻ്റെ ബേസ്. സോ നമുക്ക് ഇത് വെച്ചായിരിക്കും നമുക്ക് അടുത്ത മൊഡ്യൂൾസിലൊക്കെ നമ്മൾ പോകുന്നത്. സോ അതുകൊണ്ട് എന്തായാലും വൃത്തിയായിട്ട് പഠിക്കാം. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു.